Recording in progress. നിറഞ്ഞ ദൈവകൃപയിലേക്കും ദൈവസ്നേഹത്തിലേക്കും സാന്നിധ്യത്തിലേക്കും ഈ കൂട്ടായ്മയിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ദൈവം സ്പർശിപ്പാനും സൗഖ്യമാക്കാനും ബലപ്പെടുത്താനും അഭിഷേകം ചെയ്യാനും ഒരു കൂട്ടം ജനത്തെ എന്നും എന്ന പോലെ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പല പ്രിയപ്പെട്ടവരിലും ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയി മാറാൻ വളരെ സാധ്യതയുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഇതൊരു സ്പെഷ്യൽ ഡേ ആയി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഞാൻ എന്നെ കൂടെ ആ വാക്കിലേക്ക് വെച്ചു കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ, എൻ്റെ മിനിസ്ട്രിയിൽ ഇതൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഏതൊരു മനുഷ്യനെ നടത്താനും കർത്താവിൻ്റെ വാക്കുണ്ട്. ഏത് മനുഷ്യനെ നടത്താനും കർത്താവിൻ്റെ വാക്കുണ്ട്. കർത്താവിൻ്റെ വാക്ക് തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ പാത്വേ, നടപ്പാത അല്ലെങ്കിൽ നടവഴി. അവൻ നടക്കുന്ന റോഡ് ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്കിനകത്താണ് ഞാൻ നടക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ചാണ് ഞാൻ നടക്കുന്നതെങ്കിൽ, എനിക്ക് കാര്യം നടക്കുമോ ഇല്ലയോ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എൻ്റെ കാലിൻ്റെ മേല അവകാശം ഇരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, വാക്കൊന്നും കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേർഡിനകത്തേക്ക് കൊണ്ടുവരാം. ഒന്നുകൂടെ പറയാം. ദൈവശബ്ദം കേട്ടാണ് ഒരു മനുഷ്യൻ നടക്കുന്നതെങ്കിൽ ആ നടക്കുന്ന മനുഷ്യന് കാല് മാത്രമേ നിലത്ത് കുത്താൻ പറ്റൂ. ശരിയല്ലേ? നടക്കുന്ന മനുഷ്യന് കാല് മാത്രമേ നിലത്ത് കുത്താൻ പറ്റൂ. നമ്മൾ മനുഷ്യരാ, നമ്മൾ കാലും കയ്യും കൊണ്ട് നടക്കുന്നവരല്ല, നമ്മൾ കാല് കൊണ്ട് നടക്കുന്നവരാ. സോ നീ വാക്കിനനുസരിച്ച് ചുവട് വെച്ച കാലിന്മേല ദൈവം ഒരു അവകാശത്തിൻ്റെ മുദ്ര പതിച്ചേക്കുന്നത്. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കാം. 5 മുതലാണ് വായിക്കേണ്ടി, പക്ഷെ 1 മുതൽ നമുക്കൊന്ന് വായിച്ചാൽ ഇങ്ങനെ കാണാം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവർ പോയതിന് ശേഷം ഉള്ള ദൈവശബ്ദമല്ല, ഇവർ പോകേണ്ട ദൈവശബ്ദമായത്. ആമേൻ. ഇവർ പോയതിന് ശേഷമുള്ള ദൈവശബ്ദമല്ല, ഇവർ പോകേണ്ട ദൈവശബ്ദമാണ്. ദൈവമക്കളുടെ മാത്രം പ്രത്യേകതയാണ് എന്തേലും ഒരു കാര്യം നടക്കുന്നതിനു മുൻപേ നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതും, എന്തേലും ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപേ നീ ഇറങ്ങിയാൽ എന്തായി തീരുമെന്നുള്ളതുമായ ശബ്ദം കേൾക്കുവാൻ കഴിയുക എന്നുള്ളത്. യോശുവയും ജനവും പോയതിന് ശേഷമല്ല, യോശുവയും ജനവും പോകേണ്ടതിനുള്ള ഒരു ദൈവശബ്ദമാണ് ഈ യോശുവയുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടത് എങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ തിരുവെഴുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയാൽ എന്താകുമെന്നും, ഞാൻ ഇനി പോയാൽ എന്താകുമെന്നും, ഞാൻ ചെയ്താൽ എന്താകുമെന്നും, ഞാൻ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുമൊക്കെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ചിലർ ഈ ദൈവശബ്ദത്തിനകത്ത് ബലപ്പെട്ടോ, നീ ദൈവശബ്ദം അനുസരിച്ചാണ് ചിലത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദം അനുസരിച്ചാണ് ചുവട് വെച്ചതെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദം അനുസരിച്ചാണ് വാക്ക് പറഞ്ഞതെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദം പറഞ്ഞതനുസരിച്ചാണ് ടോക്കൺ അഡ്വാൻസ് കൊടുത്തതെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദത്തിനനുസരിച്ചാണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദം അനുസരിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, നീ ചുവട് വെച്ചപ്പോൾ തന്നെ അവകാശം ചലിച്ചു തുടങ്ങി. എന്നാലും ഞാൻ പോരാട്ടം അനുഭവിക്കുന്നു എന്ന്, എന്നാലും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന്, എന്നാലും വിചാരിച്ചതുപോലെ
കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന്, എന്നാലും വിചാരിച്ചത്ര വിജയമില്ല എന്ന് നിങ്ങൾ ഇന്ന് പരിതപിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, പോരാട്ടം നിന്റെ അവകാശത്തോടാണ്, പോരാട്ടം നിങ്ങളുടെ വാഗ്ദത്തത്തോടാണ്, പോരാട്ടം നിങ്ങൾ കേട്ട ദൈവശബ്ദത്തോടാണ്. ദൈവശബ്ദത്തിന് നേരെയാണ് പോരാട്ടമെങ്കിൽ, ദൈവശബ്ദത്തിന് നേരെയാണ് പ്രതികൂലമെങ്കിൽ, ദൈവശബ്ദത്തിന് നേരെയാണ് വെല്ലുവിളിയെങ്കിൽ, അതിനെ തകർക്കാനുള്ള ദൈവത്തിന്റെ പുതിയൊരു ശബ്ദം ഈ മെസ്സേജിന്റെ മധ്യേ വെളിപ്പെടുന്നു, ഈ മെസ്സേജിന്റെ മധ്യേ വെളിപ്പെടുന്നു, ഈ മെസ്സേജിന്റെ മധ്യേ വെളിപ്പെടുന്നു. ആമേൻ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, അവകാശങ്ങളെ തകർക്കുന്ന, അവകാശങ്ങളെ തടയുന്ന ഒരു ദൈവഭക്തനിലേക്ക് വരേണ്ട അവകാശം, ഒരു ദൈവ സഭയിലേക്ക് വരേണ്ട അവകാശം, ഒരു ദൈവിക കുടുംബത്തിലേക്ക് വരേണ്ട അവകാശം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വരേണ്ട അവകാശം, വാഗ്ദത്തങ്ങൾ, ആത്മീയ സമൃദ്ധി, ആത്മീയ അഭിവൃദ്ധി, ഇവയൊക്കെയും തടയുന്ന സകല തിന്മയുടെ വ്യാപാരവും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി അതിനെ ബ്രേക്ക് ചെയ്യുന്നു, റിബ്യൂക്ക് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവശബ്ദത്തിനെതിരെ നിൽക്കുന്ന ദുർശബ്ദങ്ങൾ, ദൈവശബ്ദത്തിനെതിരെ നിൽക്കുന്ന ദുർശബ്ദങ്ങൾ. ദൈവം കടക്കാൻ പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല, യോർദാനാ കടക്കാൻ പറയുന്നത്. ദൈവം അവകാശം തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിലൊന്നും അല്ല. യോർദാൻ കടക്കുമ്പോൾ നിങ്ങൾ അവകാശം പ്രാപിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ യോർദാൻ കടക്കുമ്പോൾ അവകാശം പ്രാപിക്കും. ഞാൻ യേശുനാമത്തിൽ പറയുക, ഇത് അവകാശങ്ങളെ ചൊല്ലിയും കുടുംബ ഷെയറുകളെ ചൊല്ലിയും എന്തിനെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വ്യസനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ തലമേലാണ് നമ്മളെല്ലാവരും ഈ അഭിഷേകവും അവകാശവും പറയുന്നത്. പക്ഷെ ഞാൻ പറയും, ഈ നമ്മളൊരു മീൻ മേടിച്ച് എന്തോ ചെയ്യും? തല കളയും. ചിലർ തല എടുക്കും, എടുക്കാൻ കൊള്ളാമെന്നുള്ള തല എടുക്കും, അല്ലേ കളയും. എന്ത് കളഞ്ഞില്ലേ അതിനകത്തുള്ള ചെകളപ്പൂ കളയുമല്ലോ, വാല് കളയും. സ്കിന്ന് കളയേണ്ടതാണെങ്കിൽ അതിൻ്റെ സ്കിന്ന് നമ്മൾ മാറ്റിക്കളയും, ഒക്കെ കളയും. പക്ഷെ ഒരു ദൈവഭക്തൻ്റെ കാര്യത്തിലെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അവൻ്റെ തലയും കളയാനില്ല, അവൻ്റെ മുടിയും കളയാനില്ല, അവൻ്റെ ഉള്ളംകാലും കളയാനില്ല. ഒരു ദൈവഭക്തൻ്റെ പ്രത്യേകതയാണ് അവൻ്റെ ടോപ്പ് ടു ബോട്ടം കർത്താവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ്റെ മുഴു കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കും, ഒന്നും കളയാനില്ല. സുഹൃത്തെ, നിന്നെ കളഞ്ഞവർ കാണും, നിന്റെ പേര് കളഞ്ഞവർ കാണും, നിന്റെ അഭിമാനം കളഞ്ഞവർ കാണും, നിന്റെ വില കളഞ്ഞവർ കാണും, നിങ്ങളുടെ നന്മ കൊണ്ട് കളഞ്ഞവർ കാണും. പക്ഷേ ദൈവം ഏറ്റെടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ ഒന്നും കളയാനില്ലാത്തതിൻ്റെ കാരണം അവൻ അവകാശം ചുമക്കുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ അവകാശം ചുമക്കുന്നവനാണ്. ദുഃഖഭാരം ചുമക്കുന്നവരല്ല, അവൻ പൈശാചിക ശക്തി ചുമക്കുന്നവരല്ല, ഭൂതങ്ങളെ ചുമക്കുന്നവനല്ല, ശാപം ചുമക്കുന്നവനല്ല. അവൻ ദൈവത്തിന്റെ അവകാശം ചുമക്കുന്നവൻ ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോശുവയെ ബലപ്പെടുത്തുന്നത്, മോനെ നീ യോർദാൻ കടക്കണം. യോർദാന് പറയാൻ ഒത്തിരി സംഗതികളുണ്ട്. നിന്നെ മുക്കൂന്ന് പറയാനുണ്ട്, കൊന്നുകളയൂന്ന് പറയാനുണ്ട്, നിന്നെ മലിനമാക്കുമെന്ന് പറയാനുണ്ട്, നിന്നെ തകർത്ത് കളയൂന്ന് പറയാനുണ്ട്, നീ എന്നെ കടക്കത്തില്ലെന്ന് പറയാനുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തവും ശബ്ദവും കേട്ട യോശുവയുടെയും ജനത്തിന്റെയും മുമ്പിലാണെങ്കിലും നിങ്ങളുടെയും എന്റെയും മുമ്പിലാണെങ്കിലും യോർദാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗേറ്റ് തുറക്കുന്ന പോലെ ആ യോർദാൻ പിരിഞ്ഞേ പറ്റത്തുള്ളൂ, അത് പിൻവാങ്ങിയേ പറ്റത്തുള്ളൂ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ പിൻവാങ്ങുന്ന ഒരു സീസണാണ്. നിങ്ങളുടെ മുമ്പിൽ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മരണം പിൻവാങ്ങുന്ന സീസണാണ്. ഈ മെസ്സേജ് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ മരണശക്തിയെ നിന്നെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ആമേൻ. ഓ ജീസസ്. മോനെ, യോർദാന്റെ അകത്ത് രോഗാത്മാവ് എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് പകർച്ചവ്യാധി എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് മാലിന്യത്തിന്റെ അനുഭവങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് കറ എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് വാട്ടം എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് ചുളുക്കം എഴുന്നേറ്റ് നിന്നാൽ, യോർദാന്റെ അകത്ത് പാപം എഴുന്നേറ്റ് നിന്നാൽ, വാഗ്ദത്തവും അഭിഷേകവും ആത്മാവും ഉള്ള എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ആ സാധനം സ്പ്ലിറ്റായേ പറ്റൂ. ചിലത് കടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ചിലതിനെ ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ചില യോർദാനെ ഓവർകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ചില യോർദാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ചില യോർദാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ചില യോർദാൻ നിങ്ങൾക്ക് മുകളിൽ കവിഞ്ഞൊഴുകുമെന്ന് പറയുന്നുണ്ടോ? നിങ്ങളുടെ കാലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. നിന്നെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വചനം കൊണ്ടൊരു കെട്ടുകാലിന്മേൽ കാണാം. അത് നീ യോർദാനെ ചവിട്ടുമ്പോൾ അത് രണ്ടായി പിൻവാങ്ങിയേ പറ്റൂ.
ആമേൻ. യോശുവ വെറുതെ ജനത്തെ കൊണ്ട് പോവല്ല. യോശുവ വെറുതെ അങ്ങോട്ട് പോവല്ല. യോശുവ ഒരു സ്വപ്നം കണ്ടതിന്റെ ബേസിൽ ഇറങ്ങി പോവല്ല. വ്യക്തമായി ദൈവശബ്ദം കേട്ടവനാ. സഹോദര സഹോദരി, വ്യക്തമായി ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയാണെങ്കിൽ, വ്യക്തമായി ദൈവം സംസാരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് അനുദിനം സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യോർദാൻ ഇല്ല എന്ന് വചനം പറയുന്നില്ലല്ലോ. നീ അവകാശം കടക്കണം, നീ അവകാശത്തിന്മേൽ എത്തണമെങ്കിൽ നീ പുറപ്പെട്ട്, അങ്ങനെയാ വചനം പറയുന്നത്. യേശു ദൈവമാ പറഞ്ഞേ, നീ പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. എല്ലാവരുടെ ജീവിതത്തിലും കടന്നു പോകേണ്ട ഒന്നുണ്ട്. കടന്നു പോകേണ്ട ഒരു ദൗത്യം എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കടന്നു പോകണം. കടക്കാൻ പറ്റുമോ? ഈ കടം കടക്കാൻ പറ്റുമോ? ഈ രോഗം കടക്കാൻ പറ്റുമോ? ഈ ശാപം കടക്കാൻ പറ്റുമോ? ഈ ബാധ കടക്കാൻ പറ്റുമോ? ഈ കാലം കടക്കാൻ പറ്റുമോ? ഈ വർഷം കടന്നു പോകുമോ? ഈ മാസം താണ്ടി പോകുമോ എന്നൊക്കെ നിങ്ങൾ അത്യധികമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടായിരിക്കാം തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പാസ്റ്ററിൻ്റെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് പറയാൻ പറ്റും, നീ കടക്കുകയും ചെയ്യും, നിന്നെ ചിലത് കടന്നു പോവുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കടക്കാൻ തക്കവണ്ണമുള്ളൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും തന്നിട്ടുണ്ട്. കടക്കാൻ തക്കവണ്ണമുള്ളൊരു അഭിഷേകം. സഹോദര, നിന്റെ കാലിനെ കെട്ടിയ കാര്യം എന്നാണെന്നറിയാവോ? നീ ഇറങ്ങി പോകാണ്ട് വേണം നിന്റെ കാലിനെ കെട്ടിയ കാര്യം. എനിക്ക് എന്തോ എൻ്റെ വായിൽ അങ്ങനെ വരുന്നേ. നീ ഇറങ്ങി പോകാണ്ടിരിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ കാലെ കെട്ടിയ കാര്യം എന്നാണെന്നറിയാവോ? നിന്റെ കാല് കുത്തുന്നിടത്ത് ചില അവകാശത്തിൻ്റെ ശക്തികൾ കെട്ടഴിയുകയും ചെയ്യും, ചില അവകാശം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. എൻ്റെ കാലും കൈയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. മാനുഷികമായിട്ടല്ല, അല്ലാണ്ട്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പോകണമെന്ന് വെച്ചാൽ അവിടെ വിലക്ക, അവിടെ പോകാനൊക്കത്തില്ല. നമ്മളൊരു കാര്യത്തിന് ചുവട് വെക്കണമെന്ന് വെച്ചാൽ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യണം, അവിടെ ചെല്ലണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷെ നമ്മുടെ ശരീരവും ഒരുക്കമുണ്ട്. പക്ഷെ അതിനെ പുറത്തും കൂടെ എന്തോ സംതിങ് എന്നെ സപ്രസ് ചെയ്ത് കളയുന്നൊരവസ്ഥ. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ അവകാശം നിന്റെ കയ്യിലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ അത് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ അത് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ആത്മാക്കളെ നേടാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ വായിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ട്, പക്ഷേ താങ്കളെ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ജനത്തെ എന്തിന് സാത്താൻ അല്ലെങ്കിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് അവരെ ഇങ്ങനെ ദൈനംദിനം അറ്റൻഡ് ചെയ്യുന്നു? കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡിസൈഡ് ചെയ്ത ഒരു സബ്ജക്റ്റിനെ, നിങ്ങൾ ഡിസൈഡ് ചെയ്ത ഒരു കാര്യത്തെ, നിങ്ങൾ ഡിസൈഡ് ചെയ്ത ഒരു പോയിന്റിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്താൽ, ഇതൊരു പോയിന്റ് ആയിട്ട് എടുക്കുക. വിശുദ്ധ ബൈബിൾ ഒരു പോയിന്റ് ആക്കി എടുക്കുക. ഞാൻ ഇന്ന് മുതൽ ഈ തിരുവെഴുത്ത് വായിക്കും എന്ന് ഞാൻ അങ്ങ് ആഗ്രഹിച്ച് ഉറപ്പിച്ച് ഞാൻ അതിനുവേണ്ടി ഇന്ന സമയം എഴുന്നേക്കും എന്നൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഞാൻ അങ്ങ് തീരുമാനിച്ച് ഉറച്ച് ഞാൻ അടുത്ത ദിവസം ഞാൻ എന്തായാലും ബൈബിൾ വായിച്ചു തുടങ്ങാൻ ഞാൻ തീരുമാനിക്കുക. ഞാനൊരു പോയിന്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇനി എൻ്റെ ഡിസിഷനും കൊണ്ട് ഞാൻ എന്ന വ്യക്തി ഈ പോയിന്റിലേക്ക് എത്തിപ്പെടുക, ബൈബിൾ എന്ന ഈ പോയിന്റിലേക്ക് എത്തിപ്പെടുക. ഇനി യുദ്ധം എൻ്റെ ഡിസിഷനും ഞാൻ ഡിസൈഡ് ചെയ്ത ഈ പോയിന്റിനും ഇടയ്ക്കാണ് യുദ്ധം. മനസ്സിലായോ നിങ്ങൾക്ക്? എൻ്റെ ഡിസിഷനും ബൈബിൾ എന്ന എൻ്റെ ഈ പോയിന്റിന് ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ട്. ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ ഉള്ളൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിന്റെ ഇടയിലെ യുദ്ധം, ഇതിന്റെ ഇടയിലെ മോനെ യോർദാൻ,
ഇതിന്റെ ഇടയിലാ മോനെ മരണം, ഇതിന്റെ ഇടയിലാ മോനെ മടുപ്പ്, ഇതിന്റെ ഇടയിലാ മോനെ രോഗം, ഇതിന്റെ ഇടയിലാ നിന്നെ പിന്നിലോട്ട് വലിക്കുന്ന ശബ്ദം, ഇതിനിടയിലാ പല ആക്സിഡന്റലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഇതിന്റെ ഇടയിലാ തലവേദന വരുന്നത്, ഇതിന്റെ ഇടയിലാ ഉറക്കം വരുന്നത്, ഇതിന്റെ ഇടയിലാ come on, ഇന്ന് ഇതിനെ ജയിക്കുന്ന, ഇന്ന് ഇതിനിടയിൽ ജയിക്കുന്ന, വാഗ്ദത്തത്തിന് ഇടയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനും വാഗ്ദത്തത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു യുദ്ധത്തെ ജയിക്കുന്ന ഒരു ടൈമാണിത്. യേശുവിന്റെ നാമത്തിൽ ആ യുദ്ധത്തെ ആത്മാവിൽ ഡീൽ ചെയ്യാൻ കഴിയുന്നവർ, ആ യുദ്ധത്തെ സ്പിരിറ്റിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവർ, ആ യുദ്ധത്തെ ആ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളെ എത്തിക്കത്തില്ലെന്ന്, ആ പ്രോമിസിലേക്ക് നിങ്ങളെ എത്തിക്കത്തില്ലെന്ന്, ആ ഡിസൈഡ് ചെയ്ത കാര്യത്തിലേക്ക് എത്തിക്കത്തില്ലെന്ന്, നിങ്ങൾ സ്വപ്നം കണ്ട ഭാവിയിലേക്ക് എത്തിക്കത്തില്ലെന്ന്, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങളെ വളർത്തത്തില്ലെന്ന്, മക്കളെ നീ ഉയർത്തത്തില്ലെന്ന്, ജീവിതത്തിൽ സ്വസ്ഥത തരത്തില്ലെന്നുള്ള ആ ഒരു വാദം ആമേൻ യേശുവിന്റെ നാമത്തിൽ ഭൗമമണ്ഡലത്തിൽ നിന്ന് അദൃശ്യമണ്ഡലത്തിലേക്ക് ആത്മാവിൽ സഞ്ചരിച്ചു കയറുവാൻ കഴിയുന്നവർ, ആ സ്പിരിച്വൽ റിലത്തിൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നവർ, come on, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആ പ്രോമിസിനെ തടയുന്ന, ആ ദൈവ പ്രവൃത്തിയെ തടയുന്ന സകല ഈവിൾ അറ്റാക്കും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കീഴടക്കും. Oh glory, oh ramamamamama shiko rakata satalaba. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. ദൈവ മക്കളുടെ അവകാശത്തെ പിടിച്ചു വെക്കുന്നതിന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്യുന്നു. ദൈവ മക്കളുടെ അവകാശത്തെ പിടിച്ചു വെക്കുന്നതിന് യേശുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്യുന്നു. ഓ ജീസസ്, അവകാശം നിങ്ങളുടേതാണ്, അവകാശം നിങ്ങളുടേതാണ്. ആമേൻ ആമേൻ ആമേൻ. ഇത് കോലുകളിയും കുഞ്ഞുകളിയും അല്ല, ദൈവ മക്കളുടെ അവകാശം. അതാരാ പറഞ്ഞേ കേവലം സമ്പത്താണെന്ന്? സമ്പത്ത് മാത്രമാണോ അനുഗ്രഹമായിട്ടുള്ളത്? വീട് മാത്രമാണോ അനുഗ്രഹമായിട്ടുള്ളത്? വാഹനം മാത്രമാണോ അനുഗ്രഹമായിട്ടുള്ളത്? അതിനപ്പുറമായ ചിലത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നവനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗം എഴുതിയിട്ടിരിക്കുകയാണ്. ആദ്യം അവന്റെ രാജ്യവും നീതിയും, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ മുന്നേ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണെന്ന് കണ്ട് എന്റെ കൂടെ പോരും. ഹല്ലേലൂയ, എന്റെ കൂടെ പോരും. അതെന്റെ അവകാശം. അതും ഒരവകാശമാകുന്നു, അതും ഒരവകാശമാകുന്നു സുഹൃത്തെ. ഓ മൈറ്റി ഗോഡ്, ഐ ലവ് യു പപ്പ. ഓ റഫി ഷബിനിഹ ലിറുഫ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളുടെ കാറിനോ വാഹനങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്ന അർത്ഥം. എനിക്ക് ഡ്യൂട്ടി കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിലേക്കൊന്ന് തിരിച്ചു നിർത്തിയാൽ എൻ്റെ ഡ്യൂട്ടി കുറഞ്ഞു. ഞാൻ പിന്നെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം സേവ് ചെയ്യാം, എന്ത് ഭൗതിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം എനിക്ക് സേവ് ചെയ്യാം. ആ സമയം കൂടെ നിങ്ങളെ ശുശ്രൂഷിക്കാനുള്ള അമിത ബലത്തിന് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. വീണ്ടും നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാം. വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വീണ്ടും നിങ്ങളെ കൂടുതൽ ശുശ്രൂഷിക്കാൻ ഞാൻ അനുഗ്രഹിക്കപ്പെടണ്ടേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ദീപു പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടണം? അപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെടാനും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും കൂടുതൽ എനിക്ക് ദൈവസന്നിധിയിലിരിക്കാം, പ്രാപിക്കാം. വീണ്ടും വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാം. വീണ്ടും നിങ്ങളെ ദൈവരാജ്യത്തിന്റെ അടുത്ത ഉയർച്ചയിലേക്ക് എനിക്ക് എത്തിക്കാം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ എന്തിനാ അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നേ? എന്താടാ വരാത്തെ? എന്താടാ തരാത്തെ? എന്താടാ പോരാത്തെ? ഞാൻ എന്തിനാ അതിനെ നോക്കി കൊഞ്ഞനം കുത്തണം? അതെന്റെ കൂടെ വരാൻ കർത്താവ് തന്നിരിക്കുന്ന അവകാശമാണ്. സോ എന്റെ ആ അവകാശത്തിനും എനിക്കും ഇടയിലാണ് യുദ്ധം. മനസ്സിലായോ നിങ്ങൾക്ക്? പിടികിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റിൽ പറയാം. നിങ്ങളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അവർ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും നിങ്ങൾ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ള നിങ്ങളുടെ അവകാശമാണോ? ആണ്. ഈ ഇൻ്റർവ്യൂവിന് ശേഷം ആ ജോലി കിട്ടുക എന്നും നിങ്ങൾക്കും ഇടയിലാണ് യുദ്ധം. നിനക്ക് കിട്ടല്ല. നിന്നേക്കാൾ ഇച്ചിരി താഴ്ന്നൊരു വ്യക്തിക്ക് ആ ജോലി കിട്ടിയാലും നിനക്ക് കിട്ടല്ല. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലൈം ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ ഇടയിൽ വന്ന് നീ എൻ്റെ അവകാശം തട്ടിപ്പറിക്കാറായിട്ടില്ല എന്ന് ധൈര്യമായിട്ട്
നമുക്ക് ക്ലൈം ചെയ്ത് അത് പിടിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അവകാശത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. സോ യോശുവയ്ക്ക് പെട്ടെന്ന് എൻ്റെ യജമാനൻ മോശ മരിച്ചു, ഞാൻ ഇവരെ വാഗ്ദത്ത ദേശത്ത് മുട്ടിച്ചിട്ട് തന്നെ കാര്യം. പൊന്നു കുഞ്ഞുങ്ങളെ, അഹങ്കാരം കൊണ്ടോ ഹെഡ് വെയിറ്റ് കൊണ്ടോ വാശി കൊണ്ടോ എന്തെങ്കിലും ചില അഭ്യാസം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല ദൈവം ഒരു വ്യക്തിക്ക് തരുന്ന അവകാശം. മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ദൈവം തരുന്ന അവകാശമാകട്ടെ, ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രോമിസ് ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, സ്പിരിച്വലോ അതോ വേറെ ഏത് തരത്തിലുള്ള ബ്ലെസ്സിങ്ങോ ആയിക്കോട്ടെ, നമുക്ക് ആ അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ബ്ലെസ്സഡ് ആകണമെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ശരീരാഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശരീരത്തെ ദണ്ഡിപ്പിച്ചിട്ടും കാര്യമില്ല. 40 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാണ്ടിരുന്നിട്ടും കാര്യമില്ല. ഞാൻ അതുകൂടെ പറഞ്ഞേക്കാം. പിന്നെന്തുവാ വേണ്ടേ? പിന്നെന്താ പാസ്റ്റർ പറഞ്ഞു വരുന്നേ? കേൾക്കാം. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാത്താൻ്റെ നേരെ നീ എൻ്റെ അവകാശം തട്ടിയെടുക്കാറേ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ചൂടുകൊണ്ട് ചാടി വീണ് അവനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നില്ല അവകാശം എനിക്കുള്ള, എന്നാ പിന്നെ അത് എന്നിലേക്ക് വരട്ടെ. അഹങ്കാരം കൊണ്ട് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കാട്ടിക്കൂട്ടിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. പകരം യോശുവയോട് ദൈവം പറഞ്ഞു. യോശുവയോട് ദൈവം പറഞ്ഞത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അതുകൊണ്ട് ഏതൊരു യോശുവയ്ക്കും, ഇന്ന് ഈ വേർഡ് കേൾക്കുന്ന ഏതൊരു യോശുവയ്ക്കും ഇൻക്ലൂഡിങ് മീ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മല്ലയുദ്ധം കൊണ്ട് സാധിക്കത്തില്ല എന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. അഹങ്കാരം കൊണ്ട് സാധിക്കത്തില്ലെന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. കുറച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് സാധിക്കത്തില്ലെന്ന് പഠിക്കാൻ പറ്റി. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധിക്കണമെങ്കിൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. പോയാൽ മതിയോ? പോരാ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഒക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇത് മോശയോട് കൽപ്പിച്ചതുപോലെ എന്ന് പറയും. ഇത് മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഇത് കൈമാറുകയാണ്. ഇത് മോശയോട് ദൈവം കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അത് യോശുവ ആ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ജനത്തെ അവിടെ എത്തിക്കുക. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ എൻ്റെ മധ്യത്തിൽ ഇന്ന് നിൽക്കുന്നത് മോശയല്ല, യേശുവാണ്. യേശു ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടാം. അതേത് നിലയിൽ, എത്ര ഉയരം വരെയും പോകാൻ ദൈവം നമുക്ക് കൺസെന്റ് തന്നിട്ടുണ്ട് എന്നുള്ള മഹാസത്യം എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ തന്നെ യാതൊരു അനുഗ്രഹങ്ങളും ഈ വേർഡിൻ്റെ പുറത്തുകൂടെ അല്ല, ഈ വേർഡിൻ്റെ അകത്തുകൂടെ മാത്രമേ ഉള്ളൂ. ഒരു ബാധ എന്നെ വിട്ടൊഴിഞ്ഞു പോകുമെന്നും ബാധ ഒരു വ്യക്തിയെ ബാധിക്കുമെന്നും ഇതേ പുസ്തകം പഠിപ്പിക്കുന്നു. ഈ ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരു ദൈവഭക്തന്റെ നിയമപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഒരു ദൈവഭക്തന്റെ ന്യായമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ന്യായമായിട്ടുള്ള അവൻ്റെ ജീവിതത്തിലെ സന്തോഷവും സുഖവും എല്ലാം ഈ പുസ്തകം വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെ ഈ പുസ്തകത്തിലെ ഒരു വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും കോട്ടമിട്ട് എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടാനുസരണം ഒരു വചനത്തെ മാറ്റി നിർത്തി അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് വെട്ടി അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മറുപരിപാടികളും ഈ പുസ്തകം അനുശാസിക്കുന്നില്ല. അങ്ങനെ ഈ പുസ്തകത്തിനും ഇതിനകത്ത് കിടക്കുന്ന വിശുദ്ധ തിരുലിഖിതങ്ങൾക്കും ഒരു ദൈവ പൈതൽ ഇടം കൊടുക്കുന്ന അടുത്തോളം കാലം ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒരു ആക്രമണ ശക്തികളും നിങ്ങളെ തൊടത്തില്ല. ഒരു മാറാരോഗവും നിന്നെ തൊടാൻ പോകുന്നില്ല. ഒരു ഇരുട്ടിന്റെ ശക്തിയും അവകാശം തോണ്ടിയെടുക്കാൻ പോകുന്നില്ല. നിന്റെ മേൽ വരുമെന്ന് ദൈവം പ്രവചിച്ചിട്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചിട്ടത്, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ദൈവാത്മാവ് പ്രവചിച്ചിട്ടത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ഓ റമാനശ്യാന്തലേ, അത് സംഭവിക്കും സുഹൃത്തെ. ആമേൻ. അത് സംഭവിക്കും.
ഈ തിരുലിഖിതത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കി. ഈ തിരുവെഴുത്തിനെ ശ്വാസമായിട്ട് കാണുന്ന ഒരു ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിക്കും. ഞാൻ തെളിവ് തന്നേക്കാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ തെളിവ് തന്നേക്കാം. ഈ ഭാഗം ഒന്ന് എടുത്തിട്ട് ഞാൻ തെളിവ് തന്നേക്കാം. ദിവസങ്ങൾ അത് ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ, അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം സംസാരിച്ചിരിക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി. നമുക്ക് നോക്കാമല്ലോ ദിവസങ്ങൾ സംസാരിക്കുമോന്ന്. വചനത്തിൽ പറയുന്നത് വിശ്വസിച്ചാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ വിശ്വസിക്കാൻ പോകുന്നേ? സംസാരിച്ചിരിക്കും. നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദിവസങ്ങൾക്ക് നിർബന്ധമുണ്ടാകാൻ പോകുന്നു. ഓ ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്, ഈ സഭ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദിവസങ്ങൾക്ക് നിർബന്ധമുണ്ടാകാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്ന സഭകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദിവസങ്ങൾക്ക് നിർബന്ധമുണ്ടാകാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെന്ന് ദിവസങ്ങൾക്ക് നിർബന്ധമുണ്ടാകാൻ പോകുന്നു. തിരുവെഴുത്ത് പറയുന്നെങ്കിൽ വിശ്വസിക്കുക. വിശുദ്ധ ബൈബിൾ പറയുന്നത് മാത്രം വിശ്വസിക്കുക. മാത്രം. ഒരു മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റിലേക്കും പോകണ്ട. വിശുദ്ധ ബൈബിൾ പറയുന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ. ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യമായി പറയുന്നു. ബൈബിൾ അത് പറയുന്നു. നിങ്ങൾക്ക് എടുക്കാം, ഇല്ലേ കളയാം. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചത്. ഞാൻ അടുത്തൊരു ദൂത് പറയാം. ദൈവം എന്നോടൊരു ആലോചന പറഞ്ഞു. ഈ ആലോചന എന്നെ കൊണ്ട് ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ മോനിലേക്കും കൂടെ അത് പകർന്നു കൊടുക്കും. അവനെ കൊണ്ടും കൂടെ അത് നേടിയെടുക്കാൻ. ഇതാ മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ മോശയെ കർത്താവ് വിളിച്ചു. മോശ പോയി. ഉടനെ എൻ്റെ കൽപ്പനയ്ക്കകത്ത് ചെറിയ ഒരു ഡീവിയേഷൻ വരുത്താം, ചെറുതായിട്ടൊരു അമെൻമെന്റ് വരുത്താം. ചെയ്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ സഹോദര സഹോദരി, അത് തിരുത്തുന്ന ദൈവം അല്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് തിരുത്തുന്ന ദൈവമല്ല. കർത്താവ് ഒരു കൽപ്പന ഇട്ടാൽ, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. അതങ്ങനെ തിരുത്തുന്ന ദൈവം അല്ല. എന്നെയും കൊണ്ട് സാധിച്ചില്ലെങ്കിൽ എൻ്റെ മോനെയും കൊണ്ട് സാധിപ്പിക്കുന്ന ദൈവമാണത്. ഹല്ലേലൂയ. എന്നിട്ട് എനിക്കെന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ആ ഇടയിൽ വെച്ച്, ആ ഗ്യാപ്പിൽ വെച്ച് കർത്താവ് എന്നെ കറക്റ്റ് ചെയ്യും. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന നല്ല അതിശക്തരായിരുന്നു എന്ന് വെക്കുക. പെട്ടെന്ന് നിങ്ങളുടെ പ്രെയർ ലൈഫിൽ നിങ്ങളെ ഡൗൺ ആക്കുന്ന എന്തെങ്കിലും ഒന്ന് വന്നു കരുതുക. നിങ്ങൾ പ്രാർത്ഥിച്ച കാലങ്ങൾ ദൈവം മറന്നു പോകത്തൊന്നുമില്ല. അതോർക്കുന്ന ദൈവ കുഞ്ഞേ, നീ ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്ന ദൈവമാണ്. മനുഷ്യനല്ലേ ഉള്ളൂ മറവി. മനുഷ്യൻ ഇന്നലെ കൊടുത്തത് മറക്കും, ഇന്ന് മേടിച്ചത് മറക്കും, ഒക്കെ മറക്കുന്നത് മനുഷ്യർ മാത്രമേ ഉള്ളൂ. പക്ഷെ താങ്കൾ ദൈവത്തിനായും ദൈവനാമത്തിനായിട്ടും നിങ്ങൾ പോയതോ കൊടുത്തതോ ചെയ്തതോ വന്നതോ സ്ഥാപിച്ചതോ പറഞ്ഞതോ ആയ കാര്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ഓർക്കുന്ന ദൈവം ആകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ വീക്കായാലും ആ വീടിനകത്ത് സമർപ്പണമുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ അഭിഷേകത്തെ കർത്താവ് അങ്ങോട്ടേക്ക് പകരും. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് ഇതിനകത്ത്, അങ്ങനെ ആഗ്രഹിക്കുന്ന പിതാക്കന്മാരുണ്ട് ഇതിനകത്ത്, അങ്ങനെ ആഗ്രഹിക്കുന്ന സഹോദരന്മാരുണ്ട് ഇതിനകത്ത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും, ഞാൻ ഫാസ്റ്റ് ചെയ്തതിനേക്കാളും, ഞാൻ വചനം വായിച്ചതിനേക്കാളും, ഞാൻ പ്രയോജനപ്പെട്ടതിനേക്കാളും എൻ്റെ തലമുറ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ എൻ്റെ കർത്താവ് അത് കാണുന്നു. എൻ്റെ ദൈവം അവരെ തൊടുന്നു. In the name of Jesus. ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇരുന്നോണ്ട് അത് പ്രാപിക്കാൻ പറ്റത്തില്ല. ഇയാൾ എഴുന്നേറ്റൊന്ന് പ്രവർത്തിക്കണം. വാഗ്ദത്തം കേട്ടോണ്ടിരിക്കരുത്, ദൈവശബ്ദം കേട്ടോണ്ടിരിക്കരുത്. ആ കർത്താവ് പറഞ്ഞല്ലോ എന്നാ പിന്നെ കൊട്ടിക്കോ എന്ന് പറഞ്ഞ് തല നീട്ടിക്കൊണ്ടിരിക്കല്ല്. ദൈവശബ്ദം കേട്ടാൽ നിനക്ക് പ്രവർത്തിക്കാനുണ്ട്. ആമേൻ പറ. ആന പറയാതെ
ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ, കനാൻ നിങ്ങളുടെ അരികിലേക്ക് വരൂ എന്നാണോ പറഞ്ഞേ? നീ പോയി ചവിട്ടുന്ന ദേശമൊക്കെയും ഒക്കെയും ഒക്കെയും നിനക്ക. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, ചില ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ആത്മാവിൽ ചവിട്ടിയ ചില ദേശങ്ങളിൽ മേൽ നിനക്ക് ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. നീ ആത്മാവിൽ കണ്ട ദേശത്തിന്മേൽ ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. ആത്മാവിൽ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച ചില രാജ്യങ്ങളും ദേശങ്ങളും യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുന്നു. ഇന്ന് ഞാൻ ഈ വേർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒന്നും ഒരു നാളും ദൈവശബ്ദം കേട്ടവന് ദോഷം വരുത്തത്തില്ല. വരുത്തത്തില്ല. കാര്യന നിന്റെ ഉള്ളങ്കാൽ പോലും എൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നതാ. എന്തെങ്കിലും കൊണ്ട് ഇടിയിച്ചിട്ട് നിന്നെ കൊണ്ടൊന്ന് ചവിട്ടിച്ച് പണി തരാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ആ ഉള്ളംകാലിനെ ദൃഷ്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു ദൈവം എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും കുഴിച്ചിട്ടിട്ട് നിന്നെ കൊണ്ട് അതിന്റെ പുറത്ത് ചവിട്ടിച്ചേച്ചും കാര്യം തെറ്റിപ്പോയി. ഒരു ദൈവ മനുഷ്യന്റെ തലമുടിയെങ്കിൽ നരച്ചതെങ്കിലും കറുത്തതെങ്കിലും അത് കളയാനില്ല. ഒരു ഉള്ളംകാലിലെ തോല് പോലും കളയാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. ഒരു ദൈവഭക്തന്റെ മുടി മുതൽ ഉള്ളം പാദം വരെയും സീൽ ചെയ്ത് ദൈവ സാന്നിധ്യം കൊണ്ട് റാപ്പ് ചെയ്തിരിക്കുകയാണ്. അവനെ കൊണ്ട് ചവിട്ടിക്കുന്നത് സൂക്ഷിക്കണം. കൊണ്ടിട്ട നീയും കുഴിച്ചിട്ട നീയും കുഴി പോവാതിരിക്കാൻ. ഹല്ലേലൂയ. അവനെ കൊണ്ട് ചവിട്ടിച്ച സൂക്ഷിച്ചോ. ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞ് അങ്ങ് വിടുക. ആർക്കോ വേണ്ടിയാ. പ്രൈസ് ഗാഡ്. നടക്കൂല. കാരണം എന്നാ? ഈ ശരീരം മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ബോഡി മുഴുവൻ പറഞ്ഞ ഞാൻ എന്നെ മൊത്തത്തിൽ ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക കർത്താവിന് വേണ്ടി. പറഞ്ഞോ സ്തോത്രം. എന്നെ മൊത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്താൽ അതിൻ്റെ ഇന്ന ഭാഗങ്ങൾ എൻ്റെ ആവശ്യത്തിന്, ഈ കാര്യത്തിന് എനിക്ക് പറ്റത്തില്ല, ആ കാര്യത്തിന് എനിക്ക് പറ്റത്തില്ല എന്ന് പറയരുത്. ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെയ്യാന്ന സമർപ്പിച്ചേക്കുക. ഞാൻ എൻ്റെ കുടുംബത്തെയും കർത്താവിനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ ചവിട്ടുന്ന സാധനം അത് ചവിട്ടുന്നിടത്ത് കിടന്ന് പൊട്ടി തകരുന്നതല്ലാതെ ആ സാധനത്തിൽ ഒന്നും ഒരു പൊടി പോലും ഞങ്ങളുടെ ഉള്ളംകാലുമേ പറ്റത്തില്ല. ആ സാധനം അതോടെ പാതാളത്തിൽ അമർന്നു പോകുന്ന ഒരു അഭിഷേകമുണ്ട് ഓരോ ദൈവഭക്തന്റെയും മേൽ. ആമേൻ. അഭിചാരത്തെ പേടിയുണ്ടോ? മന്ത്രവാദത്തെ പേടിയുണ്ടോ? ഉള്ളംകാലം മുഴുവനും ദൈവത്തിന്റെ കണ്ണിലിരിക്കുന്ന കാര്യമാണ്. ഉള്ളംകാൽ ആര് കാണുന്നു? എൻ്റെ ഉള്ളംകാല്. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇത്രയും ഭാഗം കാണാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഉള്ളംകാല് കാണുന്നു? ഇല്ല. പക്ഷേ അതുപോലും കാണുന്ന ഒരബ്ബായെ ഹല്ലേലൂയ ഞാൻ സ്നേഹിക്കുന്നു. കാണുന്നോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളം കൈ കാണാം, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഉള്ളംകാല് കാണാവോ? അതുപോലും കാണുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ. എന്തുകൊണ്ടാ ഞാൻ ഇത്ര ഉറപ്പോടെ സംസാരിക്കുന്ന? ബൈബിൾ പറയുന്നു ഉള്ളം പാദം കാണുന്ന. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഉള്ളംകാല് ചവിട്ടാൻ പറ്റുകയില്ല. കാരണം കഴിഞ്ഞ ദിവസം വിറക് കീറിയപ്പോൾ അവിടെ രാണി കിടന്നു, അതിൻ്റെ കാലിമേൽ കുത്തിക്കേറി എന്നോ യോശുവ പറഞ്ഞോ? പറയണ്ട. കാണി കുത്തിക്കേറിയെങ്കിൽ കുത്തിക്കേറിയത് കർത്താവിനറിയാം. എങ്കിൽ കർത്താവ് പറഞ്ഞത് നിന്റെ വിരൽ തൊടുന്ന ദേശമെന്ന്. ഉള്ളംകാലെന്ന് പറയണമെങ്കിൽ അത് കാണുന്നോണ്ട് തന്നെ കാണുന്നോണ്ടാ പറയുന്നത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സഹോദര, ഞാൻ ആവേറിക്കിടന്ന് പറയുമ്പോൾ എത്തുന്ന കാര്യങ്ങൾ മാത്രമൊന്നും അല്ല കർത്താവ് അറിയുന്നേ. ഞാൻ പറഞ്ഞതിനേക്കാൾ എന്തോരം പറയാണ്ടിരിക്കുന്നു, അത് ദൈവം അറിയുന്നു. എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ പ്രേയറിൽ വരാത്ത എത്രയോ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലിരിക്കുന്നു. അതുപോലും ദൈവം അറിയുന്നു. ബൈബിൾ പറയുന്നല്ലോ, അറിയുന്ന ദൈവത്തിനായി ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ സമയം പോകുന്നു. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പം ഒത്തിരി വാഗ്ദത്തങ്ങൾക്കകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് നമ്മൾ ചവിട്ടുന്ന ദേശം നമുക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേശം നിങ്ങൾക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക്, അത് നിങ്ങളുടെ അവകാശമാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ തികഞ്ഞ സുരക്ഷിതത്വമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് തികഞ്ഞ സുരക്ഷിതത്വമാണ്.
യെശയ്യാ പ്രവാചകൻ ഇപ്പം നമ്മൾ ഇവർ യോർദാൻ കടക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പോൾ ഇവർ കടക്കേണ്ടത് ഒരു വലിയ നദിയാണെന്നുള്ളത് ദൈവത്തിന് അറിയരുതോ? അറിയാം. അപ്പോൾ കർത്താവ് എന്തു അവിടെ പറഞ്ഞേക്കുന്നത്? എന്തുകൊണ്ട് അവരോട് ധൈര്യമായിട്ട് നിങ്ങൾ പോന്ന് പറഞ്ഞത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇവർ കടന്നു പോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ കടന്നു പോകുന്നിടത്ത് നിന്നെ ദഹിപ്പിക്കാനുള്ള തീയുണ്ട്, കടന്നു പോകുന്നിടത്ത് നിന്നെ മുക്കാനുള്ള നദിയുണ്ട്, കടന്നു പോകുന്നിടത്ത് നിന്നെ ശ്വാസം മുട്ടിക്കാനുള്ള വെള്ളമുണ്ട്. എല്ലാം നിന്റെ മീതെ കവിയുക എന്ന് വെച്ചാൽ നിന്നെ മുൻപോട്ട് വിടാതിരിക്കുക. പക്ഷേ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന ഞാൻ, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ, നിന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഞാൻ, നിന്നോട് പോകാൻ പറഞ്ഞ ഞാൻ ഇതിന്റെ മധ്യത്തിൽ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്ന് വെള്ളത്താൽ ശ്വാസം മുട്ടുന്നവരെ, നദിക്കകത്ത് മുങ്ങുമെന്ന് പറയുന്നവരെ, തീ ദഹിപ്പിക്കുമെന്ന് പറയുന്നവരെ, നിങ്ങളെ ദൈവം പേരറിയാതെ വിളിച്ചതല്ല, ആളുമാറി കൂറിൽ തെരഞ്ഞെടുത്തതല്ല. ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സീസൺ കടന്നു പോകും. ഹല്ലേലൂയ. തികഞ്ഞ സുരക്ഷിതത്വം നൽകുന്ന ദൈവമാണ്. ഞാൻ ആ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, 31-32 വാക്യം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നാളത്തെ ദിവസം തനിക്കായി. നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. നാളെ ഈ സമയമാകുമ്പോൾ എന്തോ ചെയ്യും, ഞാൻ എന്തോ പറയും, ഞാൻ എങ്ങനെ അത് റീപേ ചെയ്യും, ഞാൻ എങ്ങനെ സെറ്റിൽ ചെയ്യും, ഞാൻ എങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. നാളെ എങ്ങനെ, നാളത്തെ ദിവസം പുലരാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ പോലും ഈ മീറ്റിങ്ങിനകത്തുണ്ട്. നാളെയെക്കുറിച്ച് ഓരോ നാളെയും ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഇതിനകത്തുണ്ട്. നാളെ ഒരു നാളെ പറഞ്ഞു, ആ നാളെ ഇന്നായി, ഇന്ന് വല്ല വിധേനയും കഴിഞ്ഞുപോയി, ഇനി അടുത്ത നാളെ ഭയപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. അങ്ങനെ നാളെകളെ ഭയപ്പെട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, എന്ന് ജീവിതത്തിനകത്തൊരു സമാധാനമെന്നും ആശ്വാസമെന്നും ഒക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നാളത്തെ ദിവസം തനിക്കായി ചിന്തിച്ചു തുടങ്ങുന്ന തരത്തിൽ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന, ജീവിതത്തെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ വചനം ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് പുറപ്പെട്ടു വരുന്നത് വെറുതെയല്ല, അത് ജീവനോടെ, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയോടെ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചാമേൻ പറഞ്ഞാൽ വിടുതൽ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. വിടുതൽ സംഭവിക്കും. ദൈവത്തിന്റെ ഏത് വാക്കിനകത്തും ഒരു മുള മറഞ്ഞു കിടപ്പുണ്ട്. എത്ര ഉണക്കക്കമ്പാണെങ്കിലും, എത്ര കട്ടൻ തറയാണെങ്കിലും ദൈവത്തിന്റെ വേർഡ് വീണാൽ, കർത്താവിന്റെ വചനം വീണാൽ ഒരു മുള അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോടായി പറയുന്നത്, ഇനി കിളിക്കത്തില്ലെന്നും ഇനി മുള പൊട്ടാനൊന്നും ഇല്ല പാസ്റ്ററേ, ബ്രദറേ,
ഉണങ്ങി അറ്റാൻ പറ്റി, വേരും കരിഞ്ഞു എന്ന് പറയുന്നവരാണെങ്കിൽ പോലും അബ്ബാ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് ഒരു മുള മറഞ്ഞു കിടപ്പുണ്ട്. ഒരു മുള, ഒരെണ്ണം. ഭൂമി മുഴുവനും ആർത്തുല്ലസിച്ചിങ്ങനെ പറഞ്ഞു, ഞാൻ കീഴ്പ്പെടുത്തി, ഭൂമിയെ കീഴ്പ്പെടുത്തി, ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയെ ഞാൻ കീഴ്പ്പെടുത്തി, ഭൂമി മുഴുവനും ഞാൻ മലിനമാക്കി, ഞാൻ ഇവിടെ പാപത്തെ വിതച്ചു എന്ന് സാത്താൻ ഘോരം കൊട്ടി ഘോഷിച്ചു. പക്ഷെ ഈ ഷായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെട്ടു വരുമെന്നത് ലവൻ അറിഞ്ഞില്ല. ഞാനൊരു ദൂത് പറയാം, നിങ്ങൾക്കും സാത്താനും പോലും അറിയാത്ത ദൈവപ്രവർത്തികൾ ഇനിയും ധാരാളം മറഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളുടെ കൂടെ ഞാനും, എനിക്ക് പോലും മനസ്സിലാകാത്ത ഒത്തിരി ദൈവപ്രവർത്തികൾ ഇപ്പോഴും വിശുദ്ധ ബൈബിളിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ വായിച്ചു വിട്ട വാക്കിനകത്ത് മുളകളുണ്ട്, നമ്മൾ വായിച്ച് തള്ളിയ വാക്കിനകത്ത് മുളകളുണ്ട്. ഒരു വാക്ക് മതി എൻ്റെ ദൈവത്തിന് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെ മാറ്റിയെടുക്കാൻ. പ്രൈസ് ഗോഡ്. ആ മുളയെ തിരിച്ചറിയുക, ആ ദൈവശക്തി തിരിച്ചറിയുക. ആ വാഗ്ദത്തത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദി ലാസ്റ്റ് വൺ, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 11. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം, അനേക വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി. അത് നമ്മുടെ അവകാശമാണ്. അതിനെ തടയുന്നതിനെയും തകർക്കുന്ന ദൈവശക്തിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 11 മുതൽ താഴേക്ക് വായിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുടെ അരികിലേക്ക് വേർഡ് വന്ന് കുത്തുവാണ്. നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ നിങ്ങളെ ചെയ്യാൻ വിടുന്നില്ല, നിങ്ങളെ പ്രവർത്തിക്കാൻ വിടുന്നില്ല, നിങ്ങളെ ഒന്നാളുമാറാൻ വിടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന് വിശ്വസിപ്പിൻ. വിശ്വസിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ചെയ്യാൻ പറ്റണില്ല. അല്ലേ? പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പക്ഷെ മറുപടി വരണില്ല. വചനം പറയാഞ്ഞിട്ടല്ല, പക്ഷെ പ്രവൃത്തി കാണണില്ല. പ്രൈസ് ടു ജീസസ്. പക്ഷേ ഇപ്പോൾ വിശ്വസിപ്പിൻ, ആ അവസ്ഥ മാറിപ്പോകുമെന്ന്, ഈ സെക്കൻഡിൽ മാറിപ്പോകുമെന്ന്. അതിനു വേണ്ടിയിട്ട് ഈ വേർഡ് താങ്കളെ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ വിശ്വസിപ്പിൻ, ഇപ്പോൾ വിശ്വസിപ്പിൻ, ഇപ്പോൾ വിശ്വസിപ്പിൻ. യേശുവിന്റെ നാമത്തിൽ ആ പ്രവൃത്തിയെ തടയുന്ന അശുദ്ധാത്മാവിനെ ശാസിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. അപ്പൊ പ്രവൃത്തിയുടെ വലിപ്പം നോക്കണേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അപ്പൊ പ്രാർത്ഥനയുടെ മറുപടി ഒരു ദൈവഭക്തന്റെ അവകാശമാണ്. പക്ഷെ അവകാശത്തെ ഒരു ഭക്തന്റെ കരങ്ങളിലേക്ക് എത്തിക്കാതെ ഇരിക്കുക എന്നതാണ് ദുഷ്ട സാമ്രാജ്യ ശക്തികളുടെ ലക്ഷ്യം. എന്നാൽ അവന്റെ ലക്ഷ്യവും അജണ്ടയും തകർക്കുന്ന ഒരു കൂട്ടം ദൈവവിശ്വാസികൾ, ഒരു കൂട്ടം അഭിഷേകമുള്ളവർ ഇന്ന് ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ സാത്താനിക സാമ്രാജ്യങ്ങൾക്ക് ഭീഷണി ഉളവാക്കുന്ന ഒരു ഭയങ്കര നിയോഗം ഇതിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പൊ ദൈവവചനത്തെ വിട്ടിട്ട് നമുക്കാർക്കും ഒന്നും ഇതിനകത്ത് ചെയ്യാനോ
ചെയ്യിക്കാനോ നേടാനോ നേടിക്കാനോ ഇല്ല. സകലതും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കകത്തിരിക്കുന്നതാണ്. ദ ലാസ്റ്റ് വൺ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നിത്യജീവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്തുള്ളതാണ്. ദൈവത്തിൻ്റെ നിത്യജീവൻ, പറഞ്ഞേ നിത്യജീവൻ. യേശുവിനെ ആർക്കാണത്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അപ്പോൾ കർത്താവിൻ്റെ നിത്യജീവൻ നിങ്ങൾക്കുള്ള ഓഫറിംഗ് ആണ്, ദൈവത്തിൻ്റെ പ്രോമിസാണ്. കർത്താവിൻ്റെ മഹത്തായ വാഗ്ദത്തങ്ങളിൽ തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ നിത്യജീവൻ. ഒരു വാക്യം കൂടെ, ലാസ്റ്റ് വൺ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് നിത്യ ഭവനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഭൂമി വിട്ടാൽ, ഈ ശരീരം വിട്ടാൽ ചെന്ന് കയറാൻ ഒരിടം ഇല്ലാത്തവരല്ല ദൈവമക്കൾ. ഇവിടം വിട്ടാൽ, നിങ്ങൾക്ക് ഓഫീസ് വിട്ടാൽ നിങ്ങൾക്ക് വീട് എന്ന് ചെന്ന് കയറാൻ ഒരിടമുള്ളതുപോലെ ഈ ശരീരം എന്ന മൺകൂടാരം വിട്ടാൽ ചെന്ന് കയറാൻ ഒരിടമില്ലാത്തവരായി പോകരുത് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ആരും, ഈ ലോകത്തിലെ ഒരു മനുഷ്യരും എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഈ തിരുവെഴുത്ത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും അറിയുന്നു. നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷയിലായിരിക്കുന്നത്. കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും, നമ്മെ അവനായിരിക്കുന്ന സ്ഥലത്തേക്ക് ചേർത്ത് കൊള്ളുന്നതിന് മുൻപേ ഒത്തിരി അവകാശങ്ങൾ. സുഹൃത്തെ, ഞാൻ ഈ പറഞ്ഞത്, ഈ നിത്യത എന്നതും നിത്യജീവൻ എന്നതുമൊക്കെ നമ്മുടെ അവകാശമാണ്. നമ്മൾ അവകാശത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഓൾറെഡി നമുക്ക് ലഭിച്ച അവകാശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ അവകാശങ്ങൾ നിങ്ങളെ പ്രാപിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഫൈറ്റ് ചെയ്യുന്ന ഡീമൺ സ്പിരിറ്റിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ദൈവശക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഓൾറെഡി നൽകിയിരിക്കുകയാണ്. ആ ദൈവശക്തിയെ ഉപയോഗിക്കാൻ ദൈവകൽപ്പനയ്ക്കകത്ത് നിൽക്കണം. ദൈവശബ്ദത്തിനകത്ത് നിൽക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. ഏതൊരു ഭൗതിക നന്മയാണെങ്കിലും ഏതൊരു ആത്മീയ നന്മയാണെങ്കിലും അതൊരു ദൈവഭക്തൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ തകർക്കുന്ന ഒന്നും ഇല്ല. നമ്മളായിട്ട് ആ അവകാശത്തെ തകർക്കുന്ന ഒന്നിനും ഇടം കൊടുക്കരുത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. അവകാശങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരുന്നൊരു ടൈമാണ്. ദൈവ സാന്നിധ്യം ഒരു ദൈവഭക്തന്റെ അവകാശമാണ്. ദൈവസാന്നിധ്യം ഒരു ദൈവഭക്തന്റെ അവകാശമാണ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ദൈവപ്രവൃത്തി ഒരു ദൈവഭക്തന്റെ അവകാശമാണ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? അതിന്മേലൊരു വലിയ ദൈവിക വിടുതൽ. ദൈവം നിങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദങ്ങളുടെ മേൽ ദൈവശബ്ദത്തെ തടയുന്ന, ദൈവം നിങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തെ തടയുന്നു. ദൈവം നിങ്ങളെ കേൾപ്പിച്ച പ്രവചന ശബ്ദങ്ങൾ തടയുന്ന സകലത്തിൻ്റെ മേലും ദൈവം ഒരു വിടുതൽ അയക്കാൻ പോകുന്നു. കർത്താവ് ഒരു വിടുതൽ അയക്കാൻ പോകും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളിലേക്ക് വരാനുള്ള നന്മകളെ തടയുന്ന സകല തിന്മയുടെ ശക്തികളും സകല സാത്താനിയ അജണ്ടകളും യേശുവിൻ്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ ബ്രേക്ക് ആകട്ടെ.
യേശു നാമത്തിൽ കിഴക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, പടിഞ്ഞാറോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, വടക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ തടയുന്ന, ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ സാത്താനിക സിസ്റ്റവും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. In the name of Jesus. യേശുവേ, ഞങ്ങളുടെ മക്കള് കാണേണ്ട നന്മയെ, ഞങ്ങളുടെ സഭ കാണേണ്ട നന്മയെ, കർത്താവേ ഞങ്ങൾ കാണേണ്ട നന്മയെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ കാണേണ്ട നന്മയൊക്കെ തടയുന്ന, ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ സാത്താനീയ പ്രവർത്തികളെയും വിധികളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. Holy Ghost Jesus, in the name of Jesus. വഴി തുറക്കുമോ എന്നും പാത ഒരുങ്ങുമോ എന്നും ഒക്കെ ചിന്തിച്ചിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രാർത്ഥന നിന്റെ വഴി വേഗത്തിൽ വെട്ടിത്തുറക്കുന്ന ഒരു പ്രാർത്ഥനയാ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയത് തുറക്കുമോന്ന് നോക്കണ്ട, തുറന്നില്ലേ പോലും പുതിയൊരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പ്രാർത്ഥനയാ. Come on, in the name of Jesus. Hallelujah. ഒരു മഹത്തായ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അടഞ്ഞുപോയ വഴി തുറക്കുവോ? ഇനി നീ അടഞ്ഞുപോയതിലേക്ക് നോക്കണ്ട, ഇനി അത് തുറന്നില്ലേ പോലും ആമേൻ, വിശ്വസിക്കുന്നവന് വേണ്ടി പുതിയ ഒരു വഴി തുറന്ന് അവനെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാൻ, പറഞ്ഞ ഇടത്തേക്ക് എത്തിക്കാൻ, പറഞ്ഞ കാര്യത്തെ ചെയ്യാൻ ദൈവം വിശ്വസ്തൻ. Hallelujah. Come on. ഈ വേർഡിന് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറ. ഈ ദൈവ ശബ്ദത്തിന് ആമേൻ പറ. ഈ ദൈവ ശബ്ദത്തിന് ആമേൻ പറ. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പുതിയ അഭിഷേകത്തിന്റെ തലം തുറക്കുകയാണ്, ഒരു പുതിയ ശുശ്രൂഷയുടെ തലം തുറക്കുകയാണ്, ഒരു പുതിയ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് തുറക്കുകയാണ്, ഒരു പുതിയ ഹീലിംഗിനുള്ള അവസ്ഥ തുറക്കുകയാണ്, ഒരു പുതിയ ചാപ്റ്റർ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ആമേൻ. ജനതാത്മ മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുന്നു, എത്ര ക്യാൻസലായി പോയ കാര്യമാണെങ്കിലും പരിശുദ്ധാത്മാവ് അതിനെ അപ്രൂവ് ചെയ്ത നിന്റെ കാൽ ചവിട്ടിയിരിക്കും. നീ ചവിട്ടത്തില്ല എന്ന് പറഞ്ഞ ദേശത്ത് ദൈവം ചവിട്ടിച്ചിരിക്കും. നീ കാണുകയില്ല എന്ന് പറഞ്ഞ നന്മ ദൈവം കാണിച്ചിരിക്കും. യോശുവയോട് പറഞ്ഞു, ഉള്ളം കാൽ പോലും എന്റെ ദൃഷ്ടിയില. കർത്താവ് യോശുവയോട് പറഞ്ഞു, ഉള്ളം കാൽ പോലും എന്റെ ദൃഷ്ടിയില. ആ മണ്ണിന് നിന്നോട് പറയാൻ ഒക്കത്തില്ല ഇവിടെ നീ വരണ്ടെന്ന്. ആ മണ്ണിന് നിന്നോട് പറയാൻ ഒക്കത്തില്ല ഇത് ഞങ്ങളുടെ ദേശാന്ന്. നീ ചവിട്ടുന്നത് എന്റെ കൽപ്പനയില. നിങ്ങളെ ആ ദേശത്ത് നിർത്തത്തില്ലെന്ന്, ഭവനത്തിൽ വാഴിക്കത്തില്ലെന്ന്, അവിടെ താമസിപ്പിക്കുകയില്ലെന്ന്, അവിടെ കയറ്റുകയില്ലെന്നൊക്കെ പറയുന്ന ശബ്ദങ്ങളെ തകർക്കുന്ന ഒരു ദൈവ ശബ്ദം ഇന്ന് വിശ്വസിക്കുന്നവർക്കായി വെളിപ്പെടുന്നു. നിന്റെ വീട്ടിൽ ദൈവം കേറും, എന്റെ വീട്ടിൽ ദൈവം കേറും. ആമേൻ. ഹല്ലേലൂയ. അവകാശം അതിനാൽ വരും. പിതാവേ, ഞാൻ ഈ ദൈവമക്കൾക്കായി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പപ്പ, ഞങ്ങൾ കേട്ട ദൈവശബ്ദം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ പ്രകാശം തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞാനിവരെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പല വേദനകളിലും വ്യഥകളിലും ദുഃഖത്തിലും നിരാശയിലും മടുപ്പിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്ന ദൈവമക്കളുണ്ട്. സകലർക്കും ഈ വചനം അനുകൂലമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. ഇത് കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. കർത്താവേ, ഈ വചനത്താൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ പാപികൾ മാനസാന്തരപ്പെടട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, സകലരും കർത്താവിൻ്റെ സന്തോഷത്തിലായി തീരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.